നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് RR വേഴ്സസ് ഡൽഹി മത്സരം. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ്. ഒരു ക്വിക്ക് പ്രിവ്യൂ ആയിരിക്കും. ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ടൂർണമെന്റ് ലൈവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കേണ്ട ഒരു മാച്ച്. RRനെ സംബന്ധിച്ച് ടോപ്പ് ടൂവിലേക്കോ അല്ലെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഒരു ചുവടും കൂടെ വെക്കാൻ പറ്റുന്ന ഒരു മാച്ച്. എന്താണ് കണ്ടീഷൻസ്? എന്തൊക്കെ RRന്റെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച്. കണ്ടീഷൻസ് അതെ അതെ, എന്തൊക്കെയാണ് ആർ ആറിൻ്റെ ബ്രോ? ഹോം ഗ്രൗണ്ടിലാണ് മാച്ച്. അതും ഈ പറഞ്ഞല്ലോ, ആർ ആറിന് ഓൾറെഡി രണ്ട് ഹോം ഗ്രൗണ്ട് ഉണ്ട് ഇത്തവണ. അതിലും ഒരു ഹോം ഗ്രൗണ്ടിലാണ് മാച്ച്. ജയ്പൂരിലാണ് കളി. ആബ്സല്യൂട്ട് ബാറ്റിംഗ് പാരഡൈസ് ആണ് അത്. മിനിമം അവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ 250 240 അടിക്കണം. അത്രമാത്രം ആബ്സല്യൂട്ട് ബാറ്റിംഗ് പാരഡൈസ് ആണ്. ഹെവി ഡ്യൂ ആയിരിക്കും സെക്കൻഡ് ഹാഫിൽ, ഹെവി ഡ്യൂ ആയിരിക്കും. അതുകൊണ്ട് അപ്പൊ ടോസ് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിർണായകമാണ്. അതെ അതെ, ടോസ് ഭയങ്കര നിർണായകമാണ്. ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പിച്ച് കണ്ടീഷൻസ്. പിന്നെ ഈ ഇതിനകത്തിൽ മാച്ചിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. സ്റ്റാർക്ക് വേഴ്സസ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ വൈഭവ് സൂര്യവംശി. അതാണ് ഈ ഇതിനകത്തിൽ മാച്ചിന്റെ ഏറ്റവും വലിയ ഈ ഹൈലൈറ്റ്. കളി തന്നെ, അതിലും ഉപരിയായിട്ട് ഈ കളി ഡൽഹി ആറാറെന്നുള്ള ഉപരി ഈ കളി ശരിക്കും ഫസ്റ്റ് ബോൾ വിക്കറ്റ് ടേക്കേഴ്സ് തമ്മിലാണ്. അത് മിച്ചൽ സ്റ്റാർക്ക് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർക്ക് ജോഫ്ര ആർച്ചർ ആണെന്നുണ്ടെങ്കിലും അവരെ രണ്ടുപേരെയും കളിയാണ്. അവർ രണ്ട് പേരും തീരുമാനിക്കും ആര് ഈ കളി ജയിക്കണം എന്നുള്ള കാര്യം. ജോഫ്ര ആർച്ചർ ആണെങ്കിൽ ഈ ആർച്ചർ സീസൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഓൾറെഡി ഈ സീസണിൽ കണ്ടിട്ടുണ്ടല്ലോ. അതെ, സ്റ്റാർക്ക് 4 തവണ. വന്നിട്ട് പണ്ട് BGTയില് നമ്മുടെ ജയ്സ്വാലിനെ സൈലൻസ് ചെയ്ത പോലെ ഈ നമ്മുടെ പയ്യനെ സൈലൻസ് ചെയ്യോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, ഒരുപാട് എങ്ങനെയായിരിക്കും കളികൾ, അവന് ഹാൻഡിൽ ചെയ്യുന്നത്? ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് കളികൾ ഫസ്റ്റ് ബോൾ മിച്ചൽ സ്റ്റാർക്ക് ഔട്ടാക്കിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ചെയ്തിട്ടുണ്ട്. ട്രാവിസ് ഹെഡിനെ ഹെഡ്, ചെയ്തിട്ടുണ്ട്. ട്രാവൽസ് ലെഫ്റ്റ് ഹെഡ്. ഹാൻഡേഴ്സ് പുള്ളിക്ക് ഒരു വീക്ക്നെസ് ആണ് പൊതുവെ. അതും ഈ അപ്പൊ കളി ആ ഒരു നടക്കുന്നിടത്ത് സംഭവം ആ ഒരു ഉം. ഈ കളി നടക്കുന്നിടത്ത് ഓൾറെഡി ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തതാണ്. അതും SRHനെതിരെ. SRHനെതിരെ അന്ന് ആർച്ചർ എറിഞ്ഞ് ഫസ്റ്റ് ഓവർ പോയിക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ബോൾ എഡ്ജ് ചെയ്ത് ജിതേഷ് ശർമ്മ ക്യാച്ച് കളഞ്ഞു. 3 ബോൾ ഹെഡിന് തൊടാൻ പറ്റിയില്ല. 4-മത്തെ ബോൾ എഡ്ജ് ചെയ്ത് പിടിച്ചു. 6-മത്തെ ബോൾ ഇഷാൻ കിഷൻ വന്നു. ജിതേഷ് ഇഷാൻ ശർമ്മ കിഷൻ അല്ല, ഫസ്റ്റ് ബോൾ ധ്രുവ് ജുറൽ. ഇഷാൻ കിഷൻ വന്നു. ഇഷാൻ കിഷൻ ഫസ്റ്റ് ബോൾ കണ്ടുപോലും ഇല്ല. തല കൊള്ളേണ്ട ബോൾ ബാറ്റ് വെച്ച് ടോപ്പ് അഡ് ചെയ്ത് 6 പോയി. അതായിരുന്നു ആർച്ചറിന്റെ ഇവിടുത്തെ അതെ, ഫസ്റ്റ് ഓവർ. ഞാൻ എന്താ എടുത്ത് ജിതേഷ് ശർമ്മ അല്ല ധ്രുവ് ജുറൽ എടുത്തു പറഞ്ഞത് എന്താണെന്നറിയോ? ഇങ്ങനെ നമ്മളത് പറയുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വരുന്നത് പെട്ടെന്ന് പ്ലേയേഴ്സിന്റെ പേര് മാറിപ്പോന്ന. പക്ഷെ കമന്റ് ബോക്സിൽ ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇവൻ എന്തേ പറയുന്നത് ചോദിക്കും. ജിതേഷ് ശർമ്മ RRല് ആർച്ചർ എറിഞ്ഞിട്ട് ജിതേഷ് ശർമ്മ പിടിച്ചെന്നോ എന്താ പറയുന്നത് ചോദിക്കുക. അതുകൊണ്ട് ധ്രുവ് ജുറൽ എന്ന് പറഞ്ഞത്. സോ എന്തായാലും നമുക്കിനി പ്ലേയിങ് ഇലവനിലേക്ക് വരാം. എനിക്ക് ഡൽഹിയുടെ പ്ലേയിങ് ഇലവൻ തീർച്ചയായിട്ടും നമ്മൾ എന്തായിരിക്കും അവർക്ക് വരാൻ പോകുന്ന മാറ്റംസ്. ഒന്ന്, അഭിഷേക് പോറൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പ്ലെയർ, അവർക്കൊരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത്. അപ്പോൾ അഭിഷേക് പോറലിനെ കൊണ്ടുവന്നിട്ട് ഇവർ ഓപ്പൺ ചെയ്യിക്കുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡൽഹി എങ്ങനെയാണ് പോകേണ്ടതെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിതീഷ് റാണ ഷുഡ് ഓപ്പൺ വിത്ത് KL രാഹുൽ. അത് കഴിഞ്ഞിട്ട് അവരുടെ നോർമൽ ബാറ്റിംഗ് ലൈനപ്പ് സ്റ്റബ്സ് നമ്പർ 3 വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ സമീർ റുസി നമ്പർ 3 വരുമോ, എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് ലാസ്റ്റ് അസുതോഷ് ശർമ്മ ആൻഡ് വിപ്രാജ് നിഗം രണ്ടുപേരും കൂടെ വന്നിട്ട് ഫിനിഷിങ്ങിൽ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഓൾറെഡി ഫോമിലായിട്ടുള്ള നിതീഷ് റാണ, KL രാഹുൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഒക്കെ കിട്ടും. അഭിഷേക് പോറലിനെ ഇനി ലാസ്റ്റ് ഈ ഒരു ഇതിൽ വന്നിട്ട് പുതിയൊരു പരീക്ഷണം കൂടെ ഓപ്പണിങ്ങിൽ കൊണ്ടിറക്കുന്നതിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പില്ല. അതാണ്. ഇതിനകത്തിൽ ഒരു ടീം കോമ്പിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യാനുണ്ട്. ഇതേ ഗ്രൗണ്ടിലാണ് വൈഭവ് സൂര്യവംശി സെഞ്ചുറി അടിച്ചതും. ഇതേ ഗ്രൗണ്ട് വെച്ച് ഇപ്പോൾ RR വരുന്ന വഴി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബാറ്റിംഗ് ഫസ്റ്റ് 3 കളി ജയിച്ചും ബാറ്റിംഗ് സെക്കൻഡ് 3 കളി ജയിച്ചിട്ടാണ് RR വരുന്നത്. നേരെ മറിച്ച് TC ആണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് സെക്കൻഡ് ചെയ്തിട്ടേ ജയിച്ചിട്ടുള്ളൂ. അതായത് DC ജയിച്ചിട്ടുള്ള എല്ലാ കളികളും ബാറ്റിംഗ് സെക്കൻഡ് തന്നെയാണ്. അതും ഇതുവരെ DC ഒരു 175 മണ്ടയ്ക്കൊട്ട് ഈ സീസണിൽ ചേസ് ചെയ്തിട്ടില്ല. 175 മണ്ടയ്ക്കൊട്ട് എവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം DC തോറ്റിട്ടേ ഉള്ളൂ. ഭയങ്കര ഒരു വിഗറസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ടീമാണ് DC. ഒരു കളി 264 അടിക്കുക, തൊട്ടടുത്ത കളി 75 റോൾ ഔട്ട് ആവുക, അതും അതേ ഗ്രൗണ്ടിൽ. ആ ഒരു അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ പോകുന്ന ഒരു ടീമാണ് DC. നേരെ മറിച്ച് ഈ പറയുന്ന തൊട്ട് RR ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു ടീമുമാണ്.
ഇപ്പം ഇതിനകത്തിൽ വിന്റേജ് RCB വൈബ് വരുന്ന ഒരു ടീമാണ്. അതെ അതെ ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇതുവരെ അൺബീറ്റൺ ആയിട്ട് നടന്ന PBKസിനെ തോപ്പിച്ചിട്ടാണ് ഇന്നത്തെ കളി ഇറങ്ങാൻ വരുന്നത്. പക്ഷേ ആ ഒരു കോൺഫിഡൻസോടെ അല്ല DC ഈ കളിയിലേക്ക് വരുന്നത്. പിന്നെ അതിനകത്തുള്ള ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരൂടെ നന്നായിട്ട് തോന്നുന്നത് ഡൽഹിക്ക് അതിൽ പൃഥ്വി ഷായും അതേപോലെ തന്നെ രാഹുലും ഓപ്പൺ ചെയ്യണം. പൃഥ്വി ഷാ നല്ലൊരു ഡൊമസ്റ്റിക് സീസൺ കഴിഞ്ഞിട്ട് വരുവാണ്. പുള്ളി എന്തിനാണ് പുറത്തിരുത്തുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി, ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു ടീമിൽ. പിന്നെ ഇതിനകത്തിൽ വരാൻ പോകുന്ന ചേഞ്ചസ് 2 ഫോറിൻ ബോളേഴ്സിനെ, ചമീരയും അതേപോലെ തന്നെ ആ, ന്യൂസിലാൻഡിൻ്റെ പേസ് ബോളർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിയും കൂടെ പുറത്തിരുത്തിയതിന് ജാമിസൺ. ശേഷം ജെയിംസൺ കൂടെ പുറത്തിരുത്തിയതിന് ശേഷം ലുങ്കി ഇങ്കടി, മിച്ചൽ സ്റ്റാർക്കും തിരിച്ച് ടീമിൽ വരും. അത് ഈ ഒരു ഒബ്വിയസ്ലി ടീമിലേക്ക് വരും. ഈ ഒരു 4 ചേഞ്ച്, അതായത് ഈ ഒരു 3 ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ അടിമുടി മാറ്റോ. അതായത് 3 പേരും മാച്ച് വിന്നേഴ്സ് ആണ് പുറത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും ടീമിലേക്ക് വരിക എന്നുള്ളത് ടീമിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറെ തന്നെ മാറ്റും എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൃഥ്വി ഷാ ഓപ്പണിംഗ്, രാഹുൽ പൃഥ്വി ഷാ ഓപ്പണിംഗ്, 1 ഡൗൺ നിതീഷാണ്, പിന്നെ സമീർ റിസ്വി, അക്സർ പട്ടേൽ, സ്റ്റബ്സ്, മില്ലർ, അങ്ങനെ പോകാറ് ബാറ്റിംഗ് ലൈനപ്പ്. അതേ കൂട്ട് തന്നെ അതായത് ഇത്രയും നാളുള്ള ഒരു പ്രശ്നം പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. അതും പരിഹരിക്കും. മിഡിൽ ഓവറും ഡെപ്തും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. പിന്നെ ഇതിനകത്തിൽ 6-ാൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അടുത്ത കളി മിക്കവാറും രവി ബിഷ്ണോയി ടീമിലേക്ക് വരും. യഷ്രാജ് പുഞ്ച പുറത്തേക്കും പോകും. കാരണം യഷ്രാജ് പുഞ്ചയ്ക്ക് പറ്റിയ ഒരു ഗ്രൗണ്ട് അല്ല അത്. അതേ ഉള്ളൂ. ഹെറ്റ്മേർ തിരിച്ചു 6-ാൻ്റെ വരും. ഹെഡ്മാർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ്മാർ തിരിച്ച് വരണം. പക്ഷേ ഹെഡ്മാൻ അവർ തിരിച്ചെടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ, ഓൾറെഡി ഒരു വിന്നിങ് കോമ്പിനേഷൻ അവർ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവത്തില്ല. അതുകൊണ്ട് ഹെഡ്മേർ വരുന്ന കാര്യം വളരെ സംശയമാണ്. പക്ഷേ ഹെഡ്മേർ ഈ ടീമിലേക്ക് വരണം. ഇപ്പോൾ റീസെൻ്റ്ലി ഡൊണാൾഡൻ ഫെരേര കണ്ടിന്യൂസ്ലി 230+ അടിച്ച് നിൽക്കുന്ന ഫോമിലാണെങ്കിൽ പോലും എപ്പോഴും വേണമെങ്കിലും ഒരു പാളാവുന്ന ഒരു കപ്പലാണത്. അതിനെ ഒരു ഓവർ ഡിപ്പെൻഡൻ്റ് ആക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഹെഡ്മേർ ടീമിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത്. ഇപ്പോൾ RRൻ്റെ ലാസ്റ്റ് കളിയും ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിരുന്നു. കളിക്കിടയ്ക്ക് ബുദ്ധിമാനായ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഇരുന്ന് വേപ്പ് വലിക്കുകയും അതിൻ്റെ 25%, അതായത് 25 ലക്ഷത്തോളം ഫൈൻ കിട്ടുകയും ചെയ്തു. പുള്ളിക്കാരൻ ഈ കളി ഇത്രയും വലിയൊരു ശിക്ഷയൊക്കെ കൊടുക്കണമായിരുന്നോ? ഇത് വളരെ ചെറുതാണ്. കാരണം ഇന്ത്യയിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ, ഈ ഫീസ് കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് അതെ മനസ്സിലാവുന്നത്. അതെ അതെ ഒന്നുകിൽ ഒരു അതൊരു ഒരു കളി ബാൻ ചെയ്യണം. 25%, ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 100% വിത്ത് 2 or 3 ക്രെഡിറ്റ് പോയിന്റ്സ് കുറയ്ക്കുക. അതാണ് ഞാൻ മിനിമം പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കളി സസ്പെൻഡ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഇതിനകത്തിൽ കാര്യം നടക്കാൻ പോകുന്നത്, ഇപ്പം ഞാനോ ബ്രോയോ ചെന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഇന്ത്യയിൽ ഈ സിഗരറ്റ്സ് ബാനാണ്. അപ്പം അത് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് വെച്ചാൽ IPL അല്ലെ ICCയുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ബ്രേക്ക് ചെയ്തതാണ്. അപ്പം അതിന് ICC ഇത്രയും ഇപ്പം ജസ്റ്റ് ഒരു ഡിസിഷൻ എടുത്ത് കണ്ണിപ്പൊടിയിടാം എന്നുള്ള രീതിയിലാണ് ICC തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കോമൺ മാൻ ഒരു കേസ് കൊടുത്താൽ പോലും ഇത് ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു കാര്യമല്ല. ഒരു സ്പോർട്സിന്റെ ടോട്ടൽ ഡഗൗട്ടിൽ ഇരുന്നിട്ട് എത്തിക്സിനെതിരായിട്ടാണ് ഒരു ബിഹേവിയർ. അത് ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഒരു പേഴ്സണലി ചെയ്യായിരിക്കും. അത് നമ്മുടെ ഇഷ്യൂ അല്ല. പേഴ്സണലി അവർ വീട്ടിൽ പോയി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഒരു ഡഗൗട്ടിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്നിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഈ ശിക്ഷ വളരെ തീരെ കുറഞ്ഞു. ഒരു മിനിമം ഒരു മാച്ച് ബാൻ വേണമായിരുന്നു. അപ്പൊ ഇത് എന്ത് കാണിക്കാന്നുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അത് ക്യാപ്റ്റൻ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ട് പുള്ളി ഒരു ഡഗൗട്ടിൽ വന്ന് ഡൂ ദിസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചാണ്. അതില്ല പുള്ളിക്ക്. അതൊരു ക്യാപ്റ്റൻസിയുടെ ഒരു ലക്ഷണമല്ല. വേറൊരു വെറിയിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഇത് ചെയ്യുമ്പോൾ വേപ്പ് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് പ്ലേയേഴ്സ് തന്നെ ഇരിക്കുന്നത്, ജയ്സ്വാൾ അടക്കം തൊട്ടടുത്തുണ്ട്. സോ ഇതൊരു നോൺ കാര്യമാണ് എല്ലാവർക്കും. പുള്ളി ഒളിച്ചിരുന്നല്ല ചെയ്യുന്നത്. ആ ടീം അറ്റ്മോസ്ഫിയറിൽ ഇത് പുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ സ്ഥിരം അത് ചെയ്യുന്നതായതുകൊണ്ടായിരിക്കില്ല അവരുടെ കൂടെ ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ശിക്ഷ മതിയോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാം BCCI തിങ്സ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും റിയാൻ പരാഗിന് പ്രത്യേകിച്ച് പ്രിവിലേജ് ഉള്ള ഒരാളാണ് രാജസ്ഥാൻ റോയൽസ് ടീമിലായാലും മൊത്തത്തിലും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു ക്യാപ്റ്റൻ ഒരു സീസണും കളിക്കണ്ട, ലോകത്തില്ലാത്ത കാശുണ്ടാവും. അതെ, കാശും ഇത്രയും കാശും 14 കോടിയും കണ്ട പുള്ളി റീറ്റേൺ ചെയ്തിരിക്കുന്നത്. ധ്രുവ് ജുറേല്, റിയാൻ പരാഗ്, ധ്രുവ് ജുറേലിനെ നമ്പർ 3 താഴേക്ക് ഇറക്കിയിട്ട് ഹെഡ്മാനെ ധ്രുവ് ജുറേലിനെ നമ്പർ 3 താഴെ ഹെഡ്മാനെ എടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് അവർ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അവർ ചേഞ്ച് ചെയ്യത്തില്ല. അതും പ്രത്യേകിച്ച് പഞ്ചാബിനെ തോപ്പിച്ചിട്ട് വരുന്നുണ്ട്, ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഞാൻ ആകെപ്പാടെ യശ്രാജ് പുഞ്ച ഒരു മാറുമെന്ന് പറയാൻ കാര്യം വെച്ചാൽ അവിടെ അത്ര വലിയ ബൗൺസ് ഒന്നും ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലൈക്ക് അതിന് പറ്റിയൊരു പിച്ചല്ല അത്.
അത് ഇച്ചിരൂടെ സൂട്ട് ചെയ്യുക രവി ബിഷ്ണോട്ടായിരിക്കും. പുള്ളിയുടെ പേസിനും അതേ കൂട്ട് തന്നെ വേരിയേഷൻസും കൂടുതൽ വർക്കാവുന്ന ആ രീതിയിലായിരിക്കും അവിടെ എഫക്റ്റീവ് ആവുക. മനസ്സിലായി. അപ്പം ഇതിപ്പോൾ ടോപ്പ് അഡ് ചെയ്താലും വലിയ ബൗണ്ടറി ഒന്നുമല്ല, അത്യാവശ്യം സിക്സ് പോകും. ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പിന്നൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഈസിലി കം ഔട്ട് ദ ബാറ്റ് ആയിരിക്കും. ഇപ്പൊ ഈ ഹെഡ്മേർ ടീമിലേക്ക് വന്നിട്ട് ഷനക എന്തിനാ ഇവര് എന്തായാലും റയാൻ പരാഗ് എന്ന് പറയുന്നൊരു ക്യാപ്റ്റൻ ഷനകയെ എറിയിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ എറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് എറിയിപ്പിക്കാതിരിക്കുകയും പിന്നെ ആസ് എ ബാറ്റ്സ്മാൻ മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഹെഡ്മേറിനെക്കാട്ടി ബെറ്റർ ബാറ്റ്സ്മാൻ ആണോ ഷനക? ഒരു മാച്ച് അങ്ങിങ്ങൊക്കെ ചില മാച്ച് വിന്നിങ് ഇന്നിങ്സ് കളിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ഒന്നും അല്ല ഷനക. അതാ അപ്പൊ അതെ, എന്തിനാണ് ഈ പരിപാടി ഇവര് കാണിക്കുന്നത് അറിയില്ല. അപ്പൊ അവർക്ക് തന്നെ പണി വാങ്ങിക്കാനാണ്. ശങ്കറുടെ ഓരോ ലീലാവിലാസങ്ങളാണ് ഇതൊക്കെ. അതിനകത്ത് തന്നെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനകത്തിൽ പെട്രോട്രിയസ് ഉണ്ട്, ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ, സൗത്ത് ആഫ്രിക്കയുടെ വെരി എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ പുള്ളിയേക്കും മണ്ടയ്ക്കും അല്ല ഈ ഷനക എന്ന് പറയുന്നത്. പുള്ളി ഈ പറഞ്ഞുകൊണ്ട് അങ്ങും ഇങ്ങും കുറേ കളിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ശ്രീലങ്കൻ ബന്ധമായിരിക്കാം പുള്ളിയെ എപ്പോഴും ടീമിലേക്ക് പെട്ടെന്ന് എടുക്കാനുണ്ടായ കാരണം എന്ന് തോന്നുന്നു. അല്ലാതെ സ്ട്രാറ്റജിക്കലി പ്രത്യേകിച്ച് റീസൺ ഒന്നും കാണുന്നില്ല, ടാക്ടിക്കലി പ്രത്യേകിച്ച് റീസൺ ഒന്നും കാണുന്നില്ല. ഈ അതെ, മര്യാദയ്ക്ക് സാം ജഡേജയെ കൊണ്ട് കറിന് പോലും ഒരു ഓവർ കൊടുക്കാത്ത ഒരാളാണ് എങ്ങനെയാണ് ഷനയ്ക്ക് കൊണ്ട് അതെ അതെ കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഷനക ടീമിലേക്ക് വരുന്നത് സാം കറന് നേരെ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഷനക ടീമിലേക്ക് വരുന്നത്. ബോൾ ചെയ്യാനും പറ്റും, ബാറ്റ് ചെയ്യാനും പറ്റും എന്നുള്ള പ്ലസ് ഒരു മിഡിൽ ഓർഡർ ഫിനിഷർ റോളിൽ ബാറ്റ് ചെയ്യാൻ ഫിനിഷാണ്. പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ. ആ രീതിയിലാണ് ഷനക ടീമിലേക്ക് വരുന്നത്. പക്ഷെ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതുമില്ല. അതിനകത്ത് ശ്രീലങ്കൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. രണ്ട് ശ്രീലങ്കൻ സ്പിന്നേഴ്സിനെ കളിപ്പിച്ച ടീമാണിത്. അതെ അതെ. അപ്പോൾ അത് ഉണ്ടായിരിക്കാം. എന്തായാലും നാളത്തെ മാച്ചിൽ ആരാണ് വിജയിക്കാനായിട്ടുള്ള ചാൻസ്? എൻ്റെ അഭിപ്രായത്തിൽ ഡി സി ജയിക്കണമെന്നാണ്. ഡി സി ഡി സിക്ക് ജയിക്കണം. ഡുവോഡൈ ആണ്. ഡി സിക്ക് ഡുവോഡൈ അതെ ആണ്. ഈ കളി തോറ്റു കഴിഞ്ഞാൽ ഡി സി പുറത്താണ്. ഈ കളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇനിയും ഈ സീസൺ നോക്കണ്ട. അതുകൊണ്ട് ഡി സിക്ക് ഡ്യൂവോഡേ ആണ്. പിന്നെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ട് ആണ്, പക്ഷേ ഒരിക്കലും ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഇതിനകത്തിൽ ഒരു കാര്യം പറയാം, കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇച്ചിരി ഡ്യൂറേഷൻ കൂടി പോകുമെന്നുള്ള സംശയമുണ്ട്, എന്നാൽ തന്നെ അത് വളരെ ഇല്ലല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും രാജസ്ഥാനെ സ്യൂട്ട് ചെയ്യത്തില്ല. കാരണം ഇപ്പം ഞാനും ബ്രോയും ഒക്കെ നമ്മുടെ തൊട്ടടുത്തൊരു കളി, ഒരു പ്ലേ ഗ്രൗണ്ടിൽ കളി ഉണ്ടായിരിക്കും, സേ ഒരു കൗണ്ടി ക്രിക്കറ്റ് ആയിരിക്കും, അറിയാം, 6 ഔട്ടായിരിക്കും. അപ്പോൾ ഈ കൗണ്ടിൽ നമ്മൾ സ്ഥിരം കളിച്ച് കഴിഞ്ഞാൽ എന്നും വൈകിട്ടും കളിക്കുന്നിടത്താണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി അടിക്കാം. മനസ്സിലായി, ആ ആംഗിൾസ് എല്ലാം നമുക്കറിയാം. ഓരോ ബോൾ എത്ര ഇതിൽ വരും, അത്ര കോൺഫിഡൻസ് നമുക്ക് ആ പിച്ചിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അത്രയും കോൺഫിഡൻസോട് നമുക്കൊരു ടൂർണമെൻറ്റ് പോകുമ്പോൾ കളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി, ആംഗിൾസ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കും, അവിടുത്തെ ബൗൺസ് ഡിഫറെൻ്റ് ആയിരിക്കും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതേകൂട്ട് തന്നെ ഫീൽഡ് പ്ലേസ്മെൻറ്റിലും മനസ്സിലായി, അതാണ് ഈ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. പണ്ട് ഷെയ്ൻ മോണിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നത്? അപ്പോൾ അന്ന് ഷെയ്ൻ മോൺ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ ആംഗിൾസ് എന്നെക്കാട്ടിൽ നന്നായിട്ട് ഓവറാക്കാൻ അറിയത്തില്ല, അതാണ് ഇവിടെ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന്. അത് ഇവിടെ ആറിന് കിട്ടത്തില്ല. കാരണം ഓൾറെഡി 2 ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് കളിക്കുന്നത്, 3 വേറെടുത്തും 3 വേറെടുത്തുമായിട്ടാണ്. അപ്പം ഈ ഡൽഹിക്ക് കിട്ടുന്ന അതേ അഡ്വാൻറ്റേജേ ഉള്ളൂ നും കിട്ടുന്നത്. പിന്നെ ഇതിലെല്ലാം ഉപരി രണ്ടാമതൊരു കാര്യമുണ്ട്, ബൗണ്ടറി റൈഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഈ എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റ് തന്നെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി സ്പീഡ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് എന്നല്ല, ഒരു സ്പീഡ് ആൻഡ് അക്രോബാറ്റിക് ഇല്ലാത്ത ഒരു ടീം ആണ്. ഇപ്പോൾ സേന എക്സാമ്പിൾ, ഇപ്പം ന്റെ ബൗണ്ടറി റൈഡേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി മിക്കവാറും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തേർഡ് മാൻ അല്ലെ ഫൈനലിൽ നിർത്തത്തുള്ളൂ. ജയ്സ്വാളും അതേ കൂട്ട് തന്നെ പോയിന്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഡീപ്പ് കവർ അല്ലെ ഡീപ്പ് മിഡ് വിക്കറ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പുറത്തെ ഒരു സൈഡിൽ ജയ്സ്വാൾ എന്നുണ്ടെങ്കിൽ ഒരു ധ്രുവ് ജുറൽ വിക്കറ്റ് കീപ്പർ ആയിരിക്കും, ഒരു സൈഡിൽ ജഡേജ ആയിരിക്കും, അതേകൂട്ട് ഒരു ഡീപ്പിൽ ഡൊണാൾഡൻ ഫെറേര ആയിരിക്കും. പരാഗ് എപ്പോഴും കവറിലോ അല്ലെങ്കിൽ മിഡ് വിക്കറ്റിലോ നിൽക്കത്തുള്ളൂ, ക്യാപ്റ്റൻ ആയതുകൊണ്ട് ബോളറിനുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവരുടെ മിഡ് ഓഫ് നോക്കി കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചറും ബർഗറുമാണ് ഫീൽഡേഴ്സ്. ഇപ്പോൾ ഈ ജോഫ്ര ആർച്ചറും ബർഗറും എന്ന് പറയുന്നത് അവരുടെ നാഷണൽ ടീമിന് വേണ്ടി തേർഡ് മാനും ഫൈനലിലേക്ക് നിന്ന് പരിചയമുള്ള ആളാണ്. അതായത് തേർഡ് മാൻ ഫൈനലിലേക്ക് നിൽക്കുന്ന ആൾക്കാരല്ല മിഡ് ഓഫ് നിൽക്കേണ്ടതും ഒരു ഡീപ്പിലേക്ക് മാറി നിൽക്കേണ്ടതും. നേരെ മറിച്ച് ഡൽഹിയുടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നേരെ ഇതേ പരിപാടി തന്നെ നമുക്ക് ഡൽഹിയുടെ നോക്കി കഴിഞ്ഞാൽ മിഡ് ഓഫ് നിൽക്കുന്നത് ലോകോത്തര ഫീൽഡേഴ്സ് ആയിട്ടുള്ള ഡേവിഡ് മില്ലറും സ്ട്രബ്സുമാണ്. മനസ്സിലായി, അപ്പം അങ്ങനെ ഒരു കമ്പാരിസണിനകത്തിൽ വലിയൊരു കാര്യമുണ്ട്. എനിക്കൊരു തവണ റീസെൻ്റ്ലി ഒരു അമ്പയറുമായിട്ട് സംസാരിക്കാൻ ഒരു ഇടയുണ്ടായി. അപ്പോൾ ഞാനന്ന് പുള്ളിയെടുത്ത് ചോദിച്ചു, ഓൺ ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് ഒരു ടീമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്താണ് ഡിഫറൻഷ്യേറ്റൽ ഫാക്ടേഴ്സ് ആയിട്ട് തോന്നുന്നത്. അന്ന് പുള്ളി പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് DRS എടുക്കുക,
അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പർ വേണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ വേണം. രണ്ട്, ഫീൽഡിങ്. ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 15-20 റണ്ണ് ഒരു കളിയിൽ ചേഞ്ച് ഉണ്ടാക്കാം. ഒരു കളിയിൽ ഒരു ക്രൂഷ്യൽ ക്യാച്ചിൽ ചേഞ്ച് ഉണ്ടാക്കാം. ഒരു 10-15 റണ്ണ് ബൗണ്ടറി റൈഡേഴ്സ് തന്നെ സേവ് ചെയ്ത് കൊടുക്കുന്ന പല ടീമുകളും ഉണ്ട്. മനസ്സിലായി? അപ്പം അത് ഉം. വലിയൊരു ഫാക്ടറാണ്. അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യം ധോണിയുടെ ആയിരുന്നു, സി എസ് കെയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. സി എസ് കെയുടെ അത്ര അന്ന് ആ ഒരു സമയത്ത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മിഡ് ഓണിലേക്ക് ഒരു നല്ലൊരു ഷോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം അത് ഫോറാണ്. ബാറ്റ്സ്മാൻമാർ പോലും ഓടത്തില്ല. കാരണം ആ ഒരു സ്പീഡിൽ ഉം. കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഫീൽഡിങ് ലൈനപ്പ് അന്ന് അവിടെ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ആണ് ഇപ്പോഴത്തെ രാജസ്ഥാൻ്റെയും അവസ്ഥ. അവരെ ഫീൽഡിങ്ങിൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ സ്പീഡിൽ ചെന്ന് കട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് ബൗണ്ടറീസ് രാജസ്ഥാൻ റീസെൻ്റ്ലി ലീക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് അവരെ കളി കാണുന്നതുകൊണ്ട് തോന്നി, എനിക്കൊരു ഒബ്സർവേഷനാണ്. ഉം. ഡൽഹിക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-15 റണ്ണ് ഡൽഹിക്ക് ഒരു അഡ്വാൻറ്റേജ് മിനിമം അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഈ ടൂർണമെൻറ്റ് ത്രൂ ഔട്ട് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ബോൾ ഭയങ്കര കൂടുതലാണ്. മിസ് ഫീൽഡിംഗ് അല്ല, അതായത് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതല്ല ഇവിടെ കൂടുതൽ. ഇപ്പോൾ ഈ PSL ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതല്ല, ബോളിനെ മിസ് ജഡ്ജ് ചെയ്യുന്നത് ഒരുപാട് കൂടുതലാണ്. അത് ഈ ലൈറ്റിൻ്റെ ആംഗിളിൻ്റെ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് ഇഞ്ചുറീസ് തന്നെ എടുത്ത് നോക്കുക. ഒരു തവണ ഹക്കീൽ ഹുസൈൻ മുഖം അടിച്ച് വീണു, മിസ് ജഡ്ജ് ചെയ്ത് പോയതാണ്. ഉം. സാഡ്നർ മിസ് ജഡ്ജ് ചെയ്തതാണ്, ഷോൾഡർ ഡിസ്ക്വലൊക്കേറ്റായി പോയത്. ഗ്ലെൻ ഫിലിപ്സ് എത്രയോ അതായത് മിസ് ജഡ്ജ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് റീസെൻ്റ്ലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചുറീസ് തന്നെ എങ്കിടി. അങ്ങനെ വന്നിട്ടുണ്ട്. അതെ, ലുങ്കിയും കിടി ഇഞ്ചുറീസ് തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത്തവണ മിസ് ഫീൽഡിങ്ങിലും ഡ്രോപ്പ് ക്യാച്ചസിലും ഉപരി മിസ് ജഡ്ജ്മെൻറ്റിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു മിസ് ജഡ്ജ്മെൻറ്റിൻ്റെ ചുമ്മാ ഞാനൊന്ന് കൂട്ടി നോക്കിയപ്പം അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുന്നത് 15-20 റൺസ് ആണ് ഓൺ ആവറേജ് ഓൺ സിംഗിൾ ഗെയിം. അതും ഒരു ഓക്കെ. ഡിസൈസീവ്, അധികം ശ്രദ്ധിക്കപ്പെടാത്ത പോകുന്ന കുറച്ച് ഡിസൈസീവ് ഫാക്ടേഴ്സാണ്. എനിക്കറിയാം വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോകുന്നു, പക്ഷേ എനിക്ക് നിങ്ങളിലേക്ക് ഇത് ഇല്ല. എത്തിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ചെന്നൈയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹേമന്ത് ബദാനി, ഡൽഹിയുടെ കോച്ച്, ഫ്ലെമിങ്ങിനെ പറ്റി പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഇപ്പോൾ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ അതായത് കണ്ടായിരുന്നു. ഫ്ലെമിങ് ധോണി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. ബ്രോ അന്ന് പറഞ്ഞാണ് ഫ്ലെമിങ് ആസ് എ കോച്ചിന്റെ കാര്യം. അതേ സാധനം ഹേമന്ത് ബദാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആസ് എ കോച്ച്, ഡൽഹിയുടെ ഒരു കോച്ചായിട്ട് ഇരുന്നുകൊണ്ട് പുള്ളി അത് പറയുകയും ഇപ്പൊ ഡൽഹി ഈ അതെ, മാതിരി അതാ പെർഫോമൻസ് കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതെ അതെ. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൂട്ടല്ല ഒരു കോച്ച് മറ്റൊരു കോച്ചിനെ ഇത്രയും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അലിഗേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം ഹേമന്ത് ബദാനി ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു കോച്ചാണ്. പുള്ളി ഇത്തവണ എടുത്ത കുറേ ഡിസിഷൻസ് വർക്കൗട്ടായി. സമീർ റിസ്വേ അപ്പ് ഓഫ് ദ ഓർഡർ കളിക്കാൻ ഇറക്കി വിട്ടതും അങ്ങനെ അതേ കൂട്ട് 2-3 ചേഞ്ചസ് ഒക്കെ അടിപൊളിയായി. പക്ഷേ പുള്ളിയുടെ ടീമിന് ഞാൻ ഈ പറഞ്ഞ തൊട്ട് ഒരു ശാപം കിട്ടിയ ടീമായിപ്പോയി. ഒരുപാട് പരിക്ക് കാരണം ഒരുപാട് പോയി, ആൾക്കാർ പകുതിയും പേര് വന്നിട്ടില്ല. എങ്ങനെയൊക്കെയോ ഇപ്പോൾ പറഞ്ഞു പഞ്ചറൊട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടയറുമായിട്ടാണ് പുള്ളി നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഹേമൻ ബദാനി എന്ന് പറഞ്ഞ ആൾ ഈ IPL സ്റ്റേജിൽ തന്നെ ന്യൂ ആണ്, അധികം എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിപ്പോൾ ഇനി ഈ ഒരു കളിയെന്നല്ല, പല കളി തോറ്റിട്ടാണെങ്കിലും. അപ്പോൾ ഈ ഹേമൻ ബദാനി ഫ്ലെമിങ്ങിനെ പറയുന്നു, അങ്ങനെ അങ്ങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്ടിക്കലി ഒരുപാട് ബ്ലണ്ടർ ഡിസിഷൻ എടുത്തിട്ടുള്ള RCBയുടെ എത്രയോ കോച്ചസ് ഉണ്ടെന്നറിയാമോ? ഒരു സമയത്ത് KL രാഹുലും കേദാർ ജാദവും തീർച്ചയായിട്ടും. ഒക്കെ RCBയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം അവരെല്ലാം വിട്ട് കളഞ്ഞിട്ട് അന്ന് സർഫറാസ് ഖാനെ റീറ്റെയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അതിലും വലിയ ആൾക്കാരെ മൈക്ക് വിട്ട് ഹെസൺ. കളഞ്ഞിട്ട്, അതെ മൈക്കസ്, അതിലും എല്ലാവരെയും വിട്ട് കളഞ്ഞിട്ട് പവനഗി എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ റീറ്റെയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഓപ്ഷൻ പോലും എടുത്തതല്ല, ഹൈ പ്രൈസ് കൊടുത്ത് റീറ്റെയിൻ ചെയ്ത് ടീമിനെ കൊളാപ്സ് ചെയ്തിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. നെഹ്റ എന്ന് പറഞ്ഞ ആൾ ബാംഗ്ലൂരിൻ്റെ കോച്ചായിട്ട് ഭയങ്കര അണ്ടർ പെർഫോമൻസ് ആണ് പറഞ്ഞു വിട്ടതാണ്. മൈക്കേഴ്സൺ വന്നതിന് ശേഷമാണ് ഒരു ടീമിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ചേഞ്ച് ഉണ്ടായത്. ഇങ്ങനല്ല, ഈ ടോപ്പ് ഹെവി ആയിട്ടല്ല ഒരു ടീം പോകേണ്ടത്, എന്നാൽ 3 പേരിലേക്കല്ല ടീമിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടെന്നുള്ള രീതിയിൽ ഒരു കൾച്ചർ ചേഞ്ച് ഉണ്ടായത് മൈക്ക് ഹെസൺ വന്നതിന് ശേഷമാണ്. അതിൻ്റെ ഡിഫറൻസ് ആണ്, ലൈക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചപ്പാണ് ഇപ്പോഴും ബാംഗ്ലൂർ ആസ്വദിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് മുമ്പോട്ടുള്ള ഇതിലും മോശപ്പെട്ട കോച്ചുകൾ പല ടീമിനെയും കോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു അലിഗേഷൻസ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നോട്ടുള്ള കാര്യമല്ലല്ലോ. അതെ അതെ. ഞാനിങ്ങനെ അതൊരു ഇതിൽ കണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്തായാലും നാളത്തെ കൂടെ ഇത് മാച്ച് ആകുമ്പോഴത്തേക്ക് പുള്ളിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. നാളെ ഡൽഹി തീരുമാനം ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡൽഹി ജയിക്കട്ടെ, ഈ ടൂർണമെന്റ് RR കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കട്ടെ ഡൽഹി. അപ്പോൾ ഞങ്ങളുടെ നമുക്ക് സിംഗക്കുട്ടി മറ്റൊരു അടിക്കും. വീഡിയോയിൽ സിംഗക്കുട്ടിയെ സ്റ്റാർക്ക് പൊക്കും.
സ്റ്റാർക്ക് പൊക്കിയിട്ട് മറ്റേ സിഗ്നേച്ചർ സെലിബ്രേഷൻ ആയിട്ട് സ്റ്റാർക്ക് ഓടുന്ന എനിക്ക് കാണുന്ന നാളെ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പൊ നിങ്ങളുടെ എന്തായാലും നമുക്ക് എല്ലാവരുടെയും റിവ്യൂല് അഭിപ്രായങ്ങളും കാണാം. സജഷൻസും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഫോളോ ചെയ്യാനുള്ളവരെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് വി ആർ പുട്ടിങ് ആൻ എമൻസീവ് എഫക്റ്റ് ടു ഡു ദീസ് ഓൾ ദിസ് വീഡിയോ. ഇപ്പോൾ അംബരീഷ് ബ്രോ ആണെങ്കിൽ തന്നെ പല ദിവസങ്ങളും ഉറങ്ങാറില്ല രാത്രി. ഇപ്പോഴും 4 മണി 5 മണിക്ക് പുള്ളി എഡിറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്കത് ഭയങ്കര ബൂസ്റ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന തൊട്ട് ഈ കമൻ്റ് ഇടുന്ന ഒരു കമൻറ്റിന് പോലും നമ്മൾ റിപ്ലൈ തരാതിരിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പ്രത്യേകം എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇനിയും മുമ്പോട്ട് തന്നെ പോവുക. തീർച്ചയായിട്ടും. അപ്പോൾ എൻഗേജ്മെന്റ്സ് വരട്ടെ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. നമുക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും ടീമിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പന്റും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ, എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഏതെങ്കിലും മാച്ച് റിവ്യൂലോ അല്ലെങ്കിൽ ഒരു മാച്ചിന്റെ പ്രിവ്യൂലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ താല്പര്യം പ്രകടിപ്പിക്കുക, നമുക്ക് കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നാളത്തെ മാച്ചിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം, അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ. ബൈ ആരൻ ബ്രോ. താങ്ക് യു.